ഒരു വെഡ്ഡിങ് വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു 75% ആളുകൾക്കും ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ട്രെൻഡ് ആവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വൈറലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ശരിക്കും ഈ ട്രെൻഡിനൊക്കെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതൊരു 3-4 മന്ത് കഴിഞ്ഞാൽ എക്സ്പയർ ആയി പോകും, പിന്നെ ആരും ഓർക്കില്ല. പക്ഷേ ഒരു വെഡ്ഡിങ് ഫിലിം എന്ന് പറഞ്ഞാൽ അത് എവർഗ്രീനാണ്. അത് ഇൻസ്റ്റാഗ്രാം ലൈക്സിന് വേണ്ടി ആവില്ല, അത് മെമ്മറീസിന് വേണ്ടിയാവും. അത് നമ്മളൊരു 5 വർഷമോ അല്ലെങ്കിൽ 10 വർഷമോ കഴിഞ്ഞ് കണ്ടാലും നമുക്ക് ആദ്യം കണ്ട ഫീൽ ഉണ്ടല്ലോ, അത് കിട്ടണം. പിന്നെ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ മക്കൾക്കൊക്കെ കാണിച്ചെടുക്കുമ്പോൾ നമുക്ക് പ്രൗഡായിട്ട് കണ്ടിരിക്കാൻ പറ്റണതാവണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു 20 അല്ലെങ്കിൽ 25% ആളുകളുള്ളൂ. അവരെ കല്യാണം വളരെ ക്ലിയറായിട്ടൊക്കെ ചൂസ് ചെയ്യുക. അവരെ വെഡ്ഡിങ്ങിന് എത്ര പേര് വരണം, ഏത് തീമാവണം, ഏത് ടീമാണ് അവരെ വെഡ്ഡിങ് ക്യാപ്ചർ ചെയ്യേണ്ടത്. കാരണം അവർക്ക് ആവശ്യം വൈറൽ കണ്ടൻ്റ് അല്ല, അവരെ വെഡ്ഡിങ് ഡേ നന്നായി ഡോക്യുമെൻ്റ് ചെയ്യുന്ന, നന്നായി വൃത്തിക്ക് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ടീമിനെയാണ്. നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വെഡ്ഡിങ് ഷൂട്ട് എന്ന് പറയുന്നത് ട്രെൻഡാണ്. പക്ഷേ ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ട്രെൻഡല്ല, അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു മെമ്മറി ഇൻവെസ്റ്റ്മെൻറ്റാണ്.